ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. മലപ്പുറം ഹോം മെയ്ഡ് ബേക്കറിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന നാടൻ പലഹാരമായ സുഗിയനിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി 2 കപ്പ് മൈദ, 3 ടീസ്പൂൺ അരിപ്പൊടി, 1 പിഞ്ച് അപ്പസോഡ, ഒരു യെല്ലോ കളറിന് വേണ്ടി അല്പം മഞ്ഞൾപ്പൊടി, മധുരം ബാലൻസ് ചെയ്യാൻ അല്പം ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മറ്റ് ഇൻഗ്രീഡിയൻസുകൾ നോക്കാം. 2 കപ്പ് ചെറുപയർ, 1/2 കപ്പ് അവിൽ, 3 ശർക്കര, ഒരു 3-4 ഏലക്കയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ശർക്കരൻ്റെ കൂടെ പൊടിച്ചെടുക്കാം. ഒരു 1/4 കപ്പ് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തെടുത്തത്. ഇനി നമുക്ക് ചെറുപയർ കഴുകിയതിന് ശേഷം കുക്കറിൽ ഒരു 4 വിസിൽ വരുന്നത് വരെ ഇത് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വേവിച്ചെടുത്ത ചെറുപയറിലേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസുകളെല്ലാം ചേർത്ത് ഇളക്കി നന്നായി മിക്സ് ചെയ്യുക. ശേഷം ഇതെല്ലാം ഓരോ ഉരുളകളാക്കി എടുക്കുക. ഇതിലേക്കുള്ള ബാറ്റർ ഒരു ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി തയ്യാറാക്കി വെച്ച ഓരോ ഉരുളകളും ഇതിൽ മുക്കിയെടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകൾ വശം മറിച്ചിട്ട് കൊടുക്കാം. വേവ് ആയതിനു ശേഷം ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സുഗിയൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഉൾവശമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം.
വീണ്ടും അടുത്ത വീഡിയോയിൽ പുതിയൊരു ഐറ്റവുമായി വരുന്നത് വരെ ബായ്.